എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് വരാൻ പോകുന്നത്. ഉത്താന ഏകാദശി അല്ലെങ്കിൽ പ്രബോധിനി ഏകാദശി. ഏകാദശിയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ചാളുകൾ, അതായത് നമ്മുടെ വീഡിയോ പണ്ട് മുതലേ കണ്ടുവരാത്ത ആളുകളാണ്, ആദ്യമായി ഏകാദശി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് സംശയങ്ങളുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആ സംശയങ്ങളുടെ ഉത്തരങ്ങളും അതുപോലെ ഹരിവാസര സമയവും ഭഗവാന്റെ ഒരു ചെറിയ കഥയുമാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് വീഡിയോ അവസാനം വരെ കാണണം. അതുപോലെ ഭഗവത്ഗീതയുടെ വീഡിയോ, ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയണം. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഭഗവത്ഗീതയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ ഞാൻ സേവ് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. എന്തായാലും പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഇന്നലെ ഭഗവത്ഗീതയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. 3-ാമത്തെ അധ്യായം കർമ്മയോഗയിലെ 13-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. താല്പര്യമുള്ള എല്ലാവരും ഒന്ന് കേട്ട് പ്രാർത്ഥിക്കണം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ മാസം 1-ാം തീയതി രാവിലെ 9:11 മുതൽ നവംബർ മാസം 2-ാം തീയതി 7:31 രാവിലെ, അത്രയും സമയം വരെയാണ്. നമ്മൾ സാധാരണയായിട്ട് ഏകാദശി എടുക്കുന്നത് ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസമാണ് സാധാരണ ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നവംബർ മാസം 2-ാം തീയതിയാണ് നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നത്. കലണ്ടറിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നാള് നോക്കും. അപ്പോൾ കലണ്ടറിൽ ഇങ്ങനെ എഴുതും ചോതി. അന്നത്തെ ദിവസം ചിലപ്പോൾ 2 നാഴികയോ 3 നാഴികയോ ഒക്കെ എന്ത് കാണത്തുള്ളൂ, ചോതി കാണുകയുള്ളൂ. അപ്പോൾ അന്ന് വൈകുന്നേരം ഒരാൾ പ്രസവിച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, കലണ്ടറിൽ നോക്കി നമ്മൾ ഇന്ന് ചോതി എന്ന് നിശ്ചയിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ജാതകം നോക്കുമ്പോഴായിരിക്കും അയ്യോ ചോതിയല്ല, അടുത്ത നാളാണ്, വിശാഖമാണ് എന്നൊക്കെ നമ്മൾ ഓർക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും ഈ ചോതി നാളും പറഞ്ഞുള്ള വഴിപാടുകളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഏകാദശി എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നത്. അതുകൊണ്ട് കലണ്ടറിൽ മാത്രം നോക്കി ഏകാദശി എടുക്കാം എന്നുള്ള ആ ഒരു ചിന്ത അത് ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ കലണ്ടറിൽ നോക്കി നല്ല ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കണം. അതല്ലാതെ ആ ദിവസത്തിൻ്റെ താഴെ ഏകാദശി എന്നെഴുതി വെച്ചതുകൊണ്ട് അന്നല്ല ഏകാദശിയായി ആചരിക്കുന്നത്. ഇത്തവണ പ്രബോധിനി ഏകാദശി അല്ലെങ്കിൽ ദേവോത്താനി ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത്, ഉത്താന ഏകാദശിയായി ആചരിക്കുന്നത് നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. ഏകാദശി ഭക്ഷണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാര്യമൊക്കെ വളരെ വിശദമായി പറഞ്ഞു. പാരണ വീടുന്ന ആ സമയം, പല സ്ഥലങ്ങളിലെയും പാരണ വീടുന്ന സമയം, ആ സമയവും കൃത്യമായി പറഞ്ഞു. ആ സമയത്ത് തന്നെ വേണം നമ്മുടെ വ്രതം അവസാനിപ്പിക്കേണ്ടത്. വ്രതകഥ പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. വ്രതകഥ കേട്ട് മനസ്സിലാക്കി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഏകാദശിയുടെ ആ ഒരു വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നാമം ജപിക്കുക പരമാവധി സമയം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ഹരിവാസര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭഗവാൻ ശ്രീഹരി വിഷ്ണു അദ്ദേഹം മഹാലക്ഷ്മിയോടൊപ്പം ഭൂമിയിൽ വരുന്ന ആ സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന ആ ഒരു സമയമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. ആ സമയത്ത് നിർബന്ധമായും എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്.
പ്രത്യേകിച്ച് ഏകാദശി എടുക്കുന്ന ആളുകൾ ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം അപാരമായിട്ട് നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ഏറ്റവും പുണ്യകരമായ ഒരു സമയമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. ഇത്തവണ ഹരിവാസര സമയം വരുന്നത് നവംബർ മാസം 1-ാം തീയതി വെളുപ്പിന്, അതായത് അർദ്ധരാത്രി സമയത്ത് 12:50 ആ സമയം മുതൽ നവംബർ മാസം 1-ാം തീയതി വെളുപ്പിന് 12:50 മുതൽ നവംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 12:56 വരെയാണ്. അതായത് 1-ാം തീയതി അർദ്ധരാത്രി മുതൽ 2-ാം തീയതി ഉച്ച വരെ 12:56 വരെ ആ സമയത്താണ് ഹരിവാസര സമയം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിരാവിലെ എഴുന്നേറ്റ്, ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ അതിരാവിലെ നിങ്ങൾ 2-ാം തീയതി അതിരാവിലെ എഴുന്നേറ്റ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് 1 മണി വരെ, ഉച്ചയ്ക്ക് വരെ ഉള്ള സമയം, അതായത് 12:56 വരെയുള്ള സമയം, എത്ര സമയം നിങ്ങൾക്ക് നാരായണ നാമം ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ ജപിക്കുക. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങളുടെ സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ഭഗവാന്റെ ഒരു ചെറിയ കഥ, ആ കഥ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഭഗവാന്റെ ഒരു അവതാരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്, ഋഷഭചരിതം. ഈ ഋഷഭചരിതം നാരായണീയത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രിയവൃതൻ എന്ന രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിരുന്നു അഗ്നീന്ദ്രൻ. ഈ രാജാവിൻ്റെ പുത്രൻ നാഭി. അദ്ദേഹം വലിയ വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഒരു വലിയ യാഗം നടത്തുന്നു. അങ്ങനെ ആ യാഗത്തിൽ സന്തുഷ്ടനായ സാക്ഷാൽ വൈകുണ്ഠപതിയായ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും എന്താണ് വരം വേണ്ടത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഈ നാഭി എന്ന രാജാവിന് വളരെയധികം സന്തോഷമാവുകയും അദ്ദേഹം വരം ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം ആവശ്യപ്പെട്ട വരം, അല്ലയോ വിഷുമൂർത്തിയായ ഭഗവാനെ, അങ്ങ് മുനിമാരാൽ സ്തുതിക്കപ്പെടുന്നവനാണ്. അങ്ങനെയുള്ള അവിടുത്തോട് ഞാൻ ആവശ്യപ്പെടുന്നത് അങ്ങയെപ്പോലെയുള്ള ഒരു മകൻ എനിക്ക് ജനിക്കണം. ഇതാണ് നാഭി എന്ന രാജാവ് ആവശ്യപ്പെട്ട വരം. വളരെ ഭക്തവത്സലനായിരുന്ന സാക്ഷാൽ മഹാവിഷ്ണു എന്തിനാണ് എന്നെപ്പോലെ ഒരു മകൻ ഞാൻ തൻ്റെ പുത്രനായി ജനിച്ചേക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതിനുശേഷം നാഭിയുടെ പത്നി മേരുദേവി ഗർഭിണിയായി. മേരുദേവി ഒരു മകനെ പ്രസവിക്കുന്നു. ആ മകൻ്റെ പേര് ഋഷഭൻ എന്നാണ്. ഭഗവാൻ തന്നെയായിരുന്നു ഋഷഭൻ. വലിയ മഹത്വമുള്ള ഒരാളായിരുന്നു ഋഷഭൻ. എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉണ്ടാക്കുന്നവനായിരുന്നു ഋഷഭൻ. അങ്ങനെ ഋഷഭൻ വളർന്നു. രാജ്യഭാരം ഏൽപ്പിക്കാനുള്ള സമയമായപ്പോൾ രാജ്യത്തിൻ്റെ ചുമതല നാഭി ഋഷഭനെ ഏൽപ്പിച്ചിട്ട് മേരുദേവിയോടൊത്ത് തപോവനത്തിലേക്ക് യാത്രയായി അവിടെ ഇരുന്ന് തപസ്സനുഷ്ഠിച്ച് മോക്ഷത്തെ പ്രാപിച്ചു. അതിനുശേഷം ഋഷഭൻ ഇങ്ങനെ രാജ്യം ഭരിക്കുകയാണ്. വലിയ ശ്രേയസ്സോടു കൂടിയാണ് രാജ്യം ഭരിക്കുന്നത്. സ്വാഭാവികമായും ആർക്ക് ദേഷ്യം തോന്നും? ദേവരാജാവായ ദേവേന്ദ്രന് ദേഷ്യം തോന്നും. കാരണം ഇത്രയും ശ്രേഷ്ഠതയോടുകൂടി രാജ്യം ഭരിച്ചാൽ ഒരുപക്ഷെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ തോന്നലിലാണ് ദേവേന്ദ്രന് ദേഷ്യം തോന്നുന്നത്. അങ്ങനെ ദേവേന്ദ്രൻ എന്തു ചെയ്യുന്നു? ഇദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മഴ പെയ്യിക്കുന്നതിനെ അങ്ങ് തടയുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ രാജ്യം, അതായത് ഋഷഭൻ എന്ന രാജാവിൻ്റെ രാജ്യം അജനാഭം എന്ന ആ രാജ്യത്ത് മഴ പെയ്യുന്നത് തടയുന്നു. അങ്ങനെ രാജ്യത്ത് മഴയില്ലാതാകുന്നു. ജനങ്ങൾ വലയുന്നു. ഉടൻ തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഋഷഭൻ. മറ്റാരുടെയും സഹായം അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹം തൻ്റെ സ്വന്തം യോഗശക്തിയാൽ ആ രാജ്യത്ത് മഴ
പെയ്യിപ്പിക്കുന്നു. അതോടുകൂടി ദേവേന്ദ്രൻ പരാജിതനാകുന്നു. ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ള ബോധ്യം ദേവേന്ദ്രന് ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഋഷഭൻ ഒരു ദേവസുന്ദരിയെയാണ് വിവാഹം കഴിക്കുന്നത്. അവളുടെ പേര് ജയന്തി എന്നാണ്. അങ്ങനെ ജയന്തിയിൽ ഋഷഭരാജാവിന് 100 പുത്രന്മാർ ജനിച്ചു. അവരിൽ ഭരതനായിരുന്നു മൂത്ത പുത്രൻ. പുത്രന്മാരിൽ 9 പേർ ശ്രേഷ്ഠന്മാരായ മഹർഷിമാരായി മാറി. മറ്റ് 9 പേർ ഭാരതരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പരിപാലിക്കുന്ന രാജാക്കന്മാരായി മാറി. ബാക്കി 81 പുത്രന്മാർ തപോബലം ആർജിച്ച് ബ്രാഹ്മണ്യം നേടി. അതിനുശേഷം മഹാവിഷ്ണുവായ ഋഷഭൻ മുനിശ്രേഷ്ഠന്മാരുടെ സദസ്സിൽ വെച്ച് പുത്രന്മാർക്ക് ഭക്തിയും വിരക്തിയും ചേർന്ന മോക്ഷമാർഗത്തെ ഉപദേശിച്ച് കൊടുക്കുന്നു. എന്നിട്ട് സ്വയം ഒരു അവധൂതനെ പോലെ ചില സമയത്ത് മൂഢനായി തോന്നും, ചില സമയത്ത് ഭ്രാന്തനായി തോന്നും, ചില സമയത്തൊരു പിശാചിനെ പോലെ ആ രീതിയിലൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞും പാട്ടുപാടിയും ചിരിച്ചും കളിച്ചുമൊക്കെ ഒരു അവധൂതനെ പോലെ, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അവധൂതനെ പോലെ അദ്ദേഹം പെരുമാറി തുടങ്ങി. അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന സമയത്തും അദ്ദേഹം ഉപദേശിച്ചു തരുന്നത് സാക്ഷാൽ ജ്ഞാനമായിരുന്നു, ബ്രഹ്മോപദേശമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ബ്രഹ്മോപദേശം നൽകി എല്ലാവരാലും നിരസിക്കപ്പെടുന്നവനായി വികാരങ്ങൾ അകന്ന് സമ്പൂർണമായ ഒരു ആനന്ദത്തിൽ മുഴുകി അദ്ദേഹം ഈ ഭൂമി മുഴുവനും ചുറ്റി നടന്ന് സഞ്ചരിച്ചു. പെരുമ്പാമ്പിൻ്റെയും പശുവിൻ്റെയും മൃഗങ്ങളുടെയും കാക്കയുടെയും ജീവിതചര്യകൾ വളരെ കാലം പുലർത്തി വന്ന ഒരു മഹാത്മാവായിരുന്നു ഋഷഭൻ. അദ്ദേഹം കുടകു പർവ്വതത്തിൽ വെച്ച് കാട്ടുതീയിൽ ദേഹം വെടിഞ്ഞ് മോക്ഷത്തെ പ്രാപിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായിരുന്നു, മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയായിരുന്നു ഋഷഭൻ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പല രീതിയിൽ പെരുമാറിയിരുന്നത് കൊണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് അദ്ദേഹം എന്താണ് പറയുന്നതെന്നോ അദ്ദേഹം പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്തെന്നോ അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടിരുന്നു ഋഷഭൻ. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ആരെങ്കിലും തന്നെ ബഹുമാനിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, വെറുക്കുന്നുണ്ടോ, ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അദ്ദേഹം സദാ ഈശ്വര ധ്യാനത്തിൽ മുഴുകുകയും ശരിയായ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. ആത്മജ്ഞാനം നേടിയിട്ടുള്ള ആളുകൾ, ഭഗവാനെ അറിഞ്ഞിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, അല്ലാത്ത ആളുകൾ അദ്ദേഹത്തെ നിന്ദിച്ചു. ഇന്നത്തെ ഈ ലോകത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആരെയും നമുക്കിഷ്ടമല്ലല്ലോ. തെറ്റുകളിലേക്ക് പോകുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. തെറ്റുകളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. ശരികൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. അത് പണ്ടുമുതലേ ഉള്ള മനുഷ്യൻ്റെ സ്വഭാവമാണ്. ശരിയായ ജ്ഞാനികളെയോ ശരിയായ മനുഷ്യരെയൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ വളരെ താമസിച്ചായിരിക്കും. ഒരുപക്ഷെ അവരുടെ മരണത്തിന് ശേഷമായിരിക്കും അവരാരായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുവരെ നമ്മുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് നമ്മൾ സ്വയം അങ്ങ് നിശ്ചയിച്ചിട്ട് ശരിയായ ജ്ഞാനം ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ പുച്ഛിക്കും. ഈ ഋഷഭചരിതം നാരായണീയത്തിൽ വളരെ വ്യക്തമായി വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ ഈ അവതാര കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.